ಕೇರಳದಲ್ಲಿ ಬಂದು ಹೇಳಿದರೆ ಯಾರಿಗೂ ಅರ್ಥ ಆಗುವುದಿಲ್ಲ. ಅಲ್ಲಿ ನನ್ನ ಹೆಸರು ಬೇರೆ. ಆ ಹೆಸರೇನು? ವಿಶ್ವನ್, ಚಂದಕ್ಕಾಡು ವಿಶ್ವನ್. ಚಂದಕ್ಕಾಡು ವಿಶ್ವನ್. ಓಕೆ, ವಿಲ್ ಹ್ಯಾವ್ ಡೀಟೇಲ್ ಇಂಟ್ರೊಡಕ್ಷನ್ ಲೇಟರ್. ನೌ ಲೆಟ್ ಅಸ್ ಪ್ಲಾನ್ ದ ಆಪರೇಷನ್. ഓക്കെ. ചരക്കുമായി എത്തിയിരിക്കുന്ന നമ്മുടെ കപ്പൽ ദാ ഇവിടെയാണ്. തീരത്ത് നിന്നും 20 നോട്ടിക്കൽ മൈൽ അപ്പുറം. സാധാരണ ഓപ്പറേഷനുകൾക്ക് കസ്റ്റംസ് ബോട്ടുകൾ പുറപ്പെടുന്നത് ദാ ഇവിടെ നിന്ന്. ഭാഗ്യം എപ്പോഴും കള്ളന്മാരുടെ കൂടെയാണല്ലോ. സർക്കാർ സ്ഥാപനമല്ലേ, 1 മാസമായിട്ട് അവരുടെ സെർച്ച് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. സോ അവർ വർക്ക് ഈസ് ഈസി. ഇതൊരു വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ്. നമ്മുടെ കേസിൽ ഇൻഫോർമർ ഒരു സാധാരണക്കാരനല്ല, ചീഫ് മിനിസ്റ്ററാണ്, പ്രതി ഫൈനാൻസ് മിനിസ്റ്റർ. മറ്റ് 2 സോഴ്സുകളിൽ നിന്നുകൂടി അവർ പുറപ്പെടാൻ സാധ്യതയുണ്ട്. വൺ ഫ്രം ഹിയർ, ദി അതർ ഫ്രം ഹിയർ. ഇവിടെയാണ് പ്രശ്നം. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേസ്. CM വിളിച്ചു പറഞ്ഞ കേസായതുകൊണ്ട് ഈ ഓപ്പറേഷനിൽ കസ്റ്റംസ് കമ്മീഷണർ കൂടി ഉണ്ടാവും. ഭയക്കണ്ട, പ്രശ്നത്തിന് പരിഹാരമുണ്ട്. കാസിനോ ഹോട്ടലിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജൂലിയുടെ ന്യൂ ഇയർ ഡാൻസ് മിസ് ചെയ്ത നിരാശയിലാവും പാവം കമ്മീഷണർ. പക്ഷേ നമുക്ക് നിരാശ വേണ്ട. നാം ഉടൻ ജൂലിയെ കോണ്ടാക്ട് ചെയ്യുന്നു, കമ്മീഷണറെ സന്തോഷിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുന്നു. ഓക്കെ? Then what? Your work is over. Now, leave it to me. Hands up. I am a human bomb. ഇതൊരു ബോംബാണ്, ന്യൂ ഇയർ ബോംബ്. ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇത് പൊട്ടിത്തെറിക്കും. Come on, arrest me. Bloody cheat. I congratulate you for your success in today's operation. You know, the situation has changed. The Chief Minister wants to destroy me. It is impossible to do any operation in the coast of Karnataka for the next 1 year. മിസ്റ്റർ യോഗപ്പയ്ക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ മണി വേണം, എനോർമസ് മണി. അദ്ദേഹം തുടരുന്നില്ലെങ്കിൽ അത് എന്റെ സർവൈവലിനെ ബാധിക്കും. എന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെയെല്ലാം നിന്റെയും. പ്ലീസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് തീരുമാനിക്കാം. മയക്കുമരുന്ന് കള്ളക്കടത്തിന് ഭാഗമാക്കാൻ ഞാൻ തയ്യാറല്ല. ഐ കനോട്ട് ഡു ഇറ്റ്. സി മിസ്റ്റർ വിശ്വനാഥൻ, നമ്മളത് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. യു ആർ ജസ്റ്റ് എക്സ്പോർട്ടിംഗ്. അറിയാം സാർ, അമേരിക്കയിലോ ജർമ്മനിയിലോ ഉള്ള യുവാക്കളെ നശിപ്പിക്കുന്നതിൽ ഒരു കണ്ണിയാവാൻ എനിക്ക് വയ്യ. ഞാൻ എത്തിക്സിനെ കുറിച്ചൊന്നും പ്രസംഗിക്കുന്നില്ല. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ്. എന്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, സിംപ്ലി ഐ കനോട്ട് ആൻഡ് ഐ വിൽ നോട്ട്. സോറി സർ, ഈ ഒരു നല്ല ദിവസം നമ്മൾ ഇങ്ങനെ പിരിയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരാണ്. ഞാൻ പിണങ്ങി പിരിയല്ല. ഈ അവസരത്തിൽ ഞാൻ ഇനി കൂടുതൽ സംസാരിച്ചാൽ സാറിന് മനസ്സിലാവില്ല, സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വീണ്ടും വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ബൈ. ಅವನು ತನ್ನ ಆದರ್ಶಗಳಿಗೋಸ್ಕರ ಈ ಜಾಗ ಬಿಟ್ಟು ಹೋದ ಅಂತ ಅನ್ಕೊಂಡ್ರಾ? ನೋ, ಮುಖ್ಯಮಂತ್ರಿಗೆ ಕೇರಳದಲ್ಲೂ ಕನೆಕ್ಷನ್ ಇದೆ. ವಿಶ್ವನ್ ನನ್ನ ಮತ್ತು ನಮ್ಮ ಗುಂಪಿನವ್ರಿಗೆ ಮೋಸ ಮಾಡಿದರೆ ಅವನು ಮಾಡೋ ಎಕ್ಸ್ಪೋರ್ಟ್ ಲೋಡ್ಗಿಂತ ಅಧಿಕ ಲಾಭ ಸಿಗುತ್ತೆ, ವಿತೌಟ್ ಎನಿ ರಿಸ್ಕ್. ನೋ ಸರ್, ಅವನಂಥವನಲ್ಲ. ಇರಬಹುದು, ಅದನ್ನ ಪರೀಕ್ಷೆ ಮಾಡೋಕ್ಕೋಸ್ಕರ ನಮ್ಮ ಜೀವನ ರಿಸ್ಕ್ ತಗೋಬೇಕಾ? ಅವನು ಕೇರಳ ಬಾರ್ಡರ್ ತಲುಪಬೇಕಾದ್ರೆ 250 ಕಿಲೋಮೀಟರ್ ಪ್ರಯಾಣ ಮಾಡಬೇಕು. ಅದಕ್ಕೆ ಮುಂಚೆ ಅವನ್ನ ಕೊಂದು ಬಿಡು. ಶತ್ರುಗಿಂತ ಜಗಳ ಮಾಡ್ಕೊಂಡು ಹೋದ ಮಿತ್ರ ಅಪಾಯಕಾರಿ.
നന്നായിരിക്കുന്നു. ഇടിച്ചു ഞാൻ ചുമ്മാ പഠിക്കൂ പഠിക്കൂ. അച്ഛനെ ഇരിക്കും. പാട്. താങ്ക് യു സർ, താങ്ക് യു. എന്താ പ്രശ്നം? ഒന്നുമില്ല. No, nothing. I can manage. Okay. പേര്? വിശ്വനാഥൻ, കെ വിശ്വനാഥൻ. സ്വദേശം? കോഴിക്കോട്. ബിസിനസ്സുകാരനാ. ഇവിടെ കർണാടകത്തിൽ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ബിസിനസ് അങ്ങ് നാട്ടില. കോഴി വളർത്തല്, പൗൾട്രി ഫാം. പുതിയ ഗൾഫ് വിമാനമൊക്കെ വന്നതുകൊണ്ട് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് ഇത്തിരി വികസിക്കാമെന്ന് കരുതി. വിദേശ നാണ്യം. ബാംഗ്ലൂരിൽ വസന്ത ബാധിക്കാത്ത നല്ല ഇനം കോഴികളെ കിട്ടുമെന്ന് നാട്ടിലൊരാൾ പറഞ്ഞു. കോഴിയെ കിട്ടിയതുമില്ല, കള്ളന്മാരുടെ അടി കൊണ്ടത് മിച്ച. ആക്രമിച്ചതാരാണെന്ന് എന്തെങ്കിലും വിവരമുണ്ടോ? ഐ മീൻ ബിസിനസ്സിലെ വല്ല പൂർവ്വ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല. കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ തന്നെ കോഴി വിറ്റ് ജീവിക്കുന്നവൻ ആരാ സാറേ ശത്രു? അവരുടെ അറ്റാക്കിന്റെ രീതിയും മറ്റും കണ്ടാൽ ഇറ്റ്സ് എ ഹൈവേ റോബറി. ഇത് സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ചും രാത്രിയിൽ. നിങ്ങളിത് ആദ്യം ആയതുകൊണ്ടാ. സാധാരണ രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ബിസിനസ്സുകാർ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കൂടുക പതിവ്. സർ, മർഡർ അറ്റംപ്റ്റും ഹൈവേ റോബറിയും അല്ലേ? നിയമം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനാ പോലീസിനെ വിളിച്ചത്. പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ചന്ദ്രദാസ്, ബാംഗ്ലൂരിലെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. നാട്ടിലേക്ക് തന്നെ, കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്കാണ് നിങ്ങളെ കണ്ടത്. സർ, മാഡം ഇസ് വെയിറ്റിംഗ്. യെസ്, ഇവർക്ക് വേണ്ട വിവരമൊക്കെ പറഞ്ഞു കൊടുത്തേക്കൂ മിസ്റ്റർ വിശ്വനാഥൻ. ನಿಮ್ಮ ಹೆಸರೇನು? വിശ്വനാഥൻ, കെ വിശ്വനാഥൻ. ವಯಸ್ಸೆಷ್ಟು? 36. അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നും അല്ലല്ലോ? നോ, ഹീസ് ക്വയറ്റ് നോർമൽ. ഇനിയിപ്പോ ലോക്കൽ പോലീസ് നോക്കിക്കോളും. ഞാനും അതന്നെ പറയുന്നത്. ഒരാപത്ത് ഘട്ടത്തിൽ കണ്ടു, നമ്മളെ രക്ഷിച്ചു. ഇനിയിപ്പോ പോലീസ് നോക്കിക്കോളും ചന്ദ്രേട്ട. അമ്മയും അച്ഛനൊക്കെ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. Sir, you needn't strain yourself. We'll take care. യെസ് മിസ്റ്റർ വിശ്വനാഥൻ, ഞാൻ പോവാണ്. നാട്ടിൽ വരുമ്പോ കാണണം. സാർ, എന്താ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം നാട്ടിലെ പോലെ ആകുമോ? സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇവരോട് പറഞ്ഞൊരു ടാക്സി അറേഞ്ച് ചെയ്തെന്നാ എനിക്കിവിടെ കിടക്കാൻ വയ്യ. നോ, പോലീസിനെ അറിയിച്ചു പോയ സ്ഥിതിക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. തന്നെയുമല്ല, 2-3 ദിവസത്തെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. സാർ, അതല്ല. നോ മിസ്റ്റർ വിശ്വനാഥൻ, ബിസിനസിന്റെ കാര്യം ഓർത്തിട്ടാണോ? 2 ദിവസം ഗൾഫിലുള്ളവർ ചിക്കൻ ഇല്ലാതെ ആഹാരം കഴിച്ചോളും. ഓക്കെ, ബൈ.
Bye, Uncle. ബൈ ഓക്കെ സർ